ഇന്നത്തെ പുതിയ ദിവസം എന്താ പറയുക, നല്ല അടിപൊളിയായിരുന്നു. ഇന്ന് ഞങ്ങൾ അവിടെ ഒരു ചെറിയ ചോലുണ്ട്, ഒരു കുളം. ആ കുളത്തേക്ക് കുളിക്കാൻ പോവാണ്. രാവിലെ എൻ്റെ സുഹൃത്ത് വിളിച്ചു, എടാ നമുക്കൊന്ന് കുളിച്ചാൻ പോയല്ലോ, എന്തായാലും നല്ല മഴയല്ലേ, എല്ലാവരും ലീവല്ലേ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഞാനും നിഷാദും ഉമ്മറും ഇറങ്ങി അവൻ്റെ നാട്ടിലേക്ക് പോവാണ്. നിഷാദിൻ്റെ നാട്ടിലാണ് ഈ കുളം കിടക്കുന്നത്. കുറച്ച് പോവാനുണ്ട്, എന്നാലും അടിപൊളിയാണ്. അങ്ങനെ മീനാർക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കുളം കിടക്കുന്നത്. അങ്ങനെ ആ കയറ്റം കയറി കഴിഞ്ഞപ്പോൾ ഉമ്മറുടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഉമ്മറിനെ കണ്ടപ്പോൾ സത്യം പറയാം വല്ലാത്തൊരു വൈബായി. ഉമ്മർ ഇന്നലെ ട്രിപ്പ് പോയതിനും ഓനക്ക് ഇന്നലെ ഭയങ്കര ദേഷ്യമായിരുന്നു, ഇന്നലെ അവനെ വീട്ടിൽ ചേർക്കാത്തതുകൊണ്ട്. അങ്ങനെ ഉമ്മർ എല്ലാം സംസാരിച്ച് എവിടെയായിരുന്നു ഇന്നലെ കണ്ടിട്ടില്ല എന്നൊക്കെ സംസാരിച്ച ശേഷം നിഷാദ് വരുന്നുണ്ട്. അങ്ങനെ നിഷാദ് വന്ന് ഇവൻ്റെ നാട്ടിലാണ് കുളം, ഇവൻ്റെ നാട് എന്ന് പറയുമ്പോൾ മീനാർക്കുഴിയാണ്. അങ്ങനെ ഉമ്മർ വണ്ടി ഇടുക്കി താഴെയാണ് കുളം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് അവിടേക്ക് ഇങ്ങനെ എത്തി കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഞങ്ങൾ ആലോചിച്ചത് നല്ല മയക്കൾ കോളുണ്ടല്ലേ എന്ന്. മഴ പെയ്തിട്ടൊന്നുമില്ല, എന്നാലും അൽഹംദുലില്ലാ റാഹത്തായിട്ട് ഞങ്ങൾ അവിടെ എത്തി. കുറച്ച് കഴിഞ്ഞ് അവിടേക്ക് ഇങ്ങനെ കുറച്ചുകൂടി പോകാണ്ട്. റോഡ് വളരെ മോശമാണ്, എന്നാലും രസമാണ്, എന്താ വെച്ചാൽ നമ്മളേതായില്ലേ. അങ്ങനെ കുറച്ച് മുന്നോട്ട് ഇങ്ങനെ പോയി ശേഷമാണ് ഒരു കുളം കണ്ടത്. അടിപൊളി നീല കളർ വെള്ളം, ഒന്നും പറയാനില്ല. സത്യം പറയാൻ നിങ്ങൾ കരുതും നമ്മൾ ഫിൽറ്റർ ഇട്ട് വെളുപ്പിച്ചാണോ, ഒന്നുമല്ല, വെള്ളത്തിൻ്റെ പ്രകൃതിയാണത്, വേറൊന്നുമല്ല. പിന്നെ വെള്ളം ഒഴുകുന്ന ആ ചാട്ടും വെള്ളച്ചാട്ടും നല്ല അടിപൊളിയായിട്ട്. അതിലേറെ മനോഹരമാണ് ആ വെള്ളത്തിൻ്റെ കളറ്, എന്താ പറയുക, നീല നിറം. ഞാൻ സ്വിമ്മിംഗ് പൂളിലൊക്കെ വയനാടൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ കുളത്തിലൊക്കെ. എന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ആ വെള്ളത്തിൻ്റെ എല്ലാ സൂമിങ് എടുത്ത ശേഷമാണ് പിന്നെ ഉമ്മർ പറഞ്ഞ് നമുക്കൊന്ന് കുളിക്കാൻ ഇറങ്ങിയല്ലോ ചോദിച്ചു. അപ്പോൾ നോക്കി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നിഷാദ് പറഞ്ഞു ഞാൻ വണ്ടി ഒന്ന് കക്കിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ വെള്ളത്തിൻ്റെ കളർ കണ്ട ശേഷം എനിക്ക് അവിടെ നിന്ന് പോരാൻ തരാൻ തോന്നില്ല. അത്രയും ക്ലൈമറ്റിങ്ങുള്ള അത്രയും പ്രകൃതിയായിട്ടുള്ള മനോഹരമായ സ്ഥലം മീനാർക്കുഴി എന്ന സ്ഥലത്താണ് ഈ ചെറിയ ഒരു കുളം കിടക്കുന്നത്. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഉമ്മർ പറഞ്ഞു ഞാൻ കുളിക്കാൻ ഇറങ്ങണ്ടെന്ന്. ആദ്യം നമ്മളോട് അവൻ പറഞ്ഞു നീന്താൻ അറിയില്ലായിരുന്നു. അപ്പോൾ ഞമ്മക്കറിയില്ലെന്ന് അവൻ പറ്റിക്കാന്ന്. പിന്നെ അവൻ്റെ ഓരോ കോമഡികൾ, അവൻ്റെ മസിൽ പൊക്കലും അവൻ്റെതായിട്ടും അവനോട് പറഞ്ഞു ചാടിന് ഉമ്മറ എന്ന് പറഞ്ഞു. അവൻ കുറച്ച് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒന്നും നോക്കിയില്ല, രണ്ടും കൽപ്പിച്ച് ചാടി. ആ ചാട്ടത്തിലൂടെ മനസ്സിലായി വെള്ളത്തിൻ്റെ പ്രകൃതി എന്താണെന്ന്. അത് കഴിഞ്ഞപ്പോൾ നിഷാദ് ഉണ്ട് അവിടെ വണ്ടി നല്ല നില തുടച്ച് വൃത്തിയാക്കുന്നത്. അവനക്ക് അവൻ്റെ വണ്ടി എന്ന് പറയുമ്പോൾ ജീവൻ തന്നെയാണ്. അത് കഴിഞ്ഞ് ഉമ്മർ പറഞ്ഞു എൻ്റെ നീന്തനം കൂടി എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നീന്തി പോണത് കൂടി എടുത്ത് ആ വെള്ളത്തിൻ്റെ കളർ ഒന്നും പറയാനില്ല. പിന്നെ എടുത്ത് പറഞ്ഞ കാരണം എന്താ വെച്ചാൽ അടുത്തത് ഞാനാണ്, ഒന്നും പറയില്ല. ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് നീന്തോന്നും അറിയില്ല എന്ന് കേട്ടോ. അപ്പോൾ എനിക്കൊരു പൂതി ഒന്ന് ചാടി പുളം കുത്തണമെന്ന്. ഞാനും ചാടി പുളം കുത്തി. അങ്ങനെ വെള്ളത്തിൻ്റെ പ്രകൃതികളെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ അടിപൊളി വൈബിന്, നല്ല തണുപ്പും നല്ല ക്ലൈമറ്റിങ്ങും. അങ്ങനെ അവരൊക്കെ ആകെ അന്തം പെട്ട് എനിക്ക് നീന്താൻ അറിയണമെന്ന് വിചാരിച്ചപ്പോൾ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞപ്പോൾ കയറില്ലെന്ന് വിചാരിച്ചു. അങ്ങനെ വീണ്ടും ഞാൻ അവിടുത്തെ ആ വളരെ മനോഹരമായ അരുവിയിൽ നിന്ന് ഒരു വെള്ളച്ചാട്ടം വീണ്ടും ഒന്ന് എടുത്ത്. അത് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ്, ഒന്നും നോക്കിയില്ല. മീനാർക്കുഴിയിൽ നല്ലൊരു ഹോട്ടലുണ്ട്, ആ ഹോട്ടലിൽ കയറി. ആ ഹോട്ടലിൽ കയറി എടുത്തുണ്ട് ഞങ്ങളിങ്ങനെ ഉമ്മറാണ്ട് വെള്ളം കുടിയും കാര്യങ്ങളും കഴിഞ്ഞ്. അത് കഴിഞ്ഞപ്പോൾ കാക്കാൻ്റെ നല്ല ബീഫും പോളിയും, അത് കഴിഞ്ഞപ്പോൾ മീനും പോളിയും. അപ്പോൾ നിങ്ങൾ എന്താട്ടി ആദ്യം അവിടെ കയറി ഇരുന്നിട്ട് എന്താട്ടി ആ കാക്ക നല്ല അടിപൊളിയായിട്ട് ഫ്രഷായിട്ട് ഉണ്ടാക്കുന്ന ആ ബീഫും പോളിയുണ്ട്. അതിങ്ങനെ സത്യം പറഞ്ഞ നാവിലിങ്ങനെ വെള്ളം ഊറുന്നു. അതിങ്ങനെ അയാൾ വേവിച്ച് എല്ലാം സെറ്റാക്കി നല്ല അടിപൊളിയാക്കി ഞങ്ങളെ ടേബിൾ മക്കൻ എത്തി വെച്ച് കൊടുന്ന് തന്ന്. അത് എത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ മണമുണ്ടല്ലോ വല്ലാതെ മൂക്കിലടിച്ച്. ഒന്നും നോക്കില്ല, നല്ല വിശപ്പുണ്ട് കുളി കഴിഞ്ഞപ്പോഴല്ലേ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. താങ്ക് യു.